ഹലോ ഹായ്, നസീർ അൻസാരി. നമ്മളെ സർക്കാരിന്റെ പുതിയൊരു സമ്പ്രദായമുണ്ട്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക. അതെന്താണെന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഈ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്ന കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അതായത് നമ്മളെ ഇപ്പോഴത്തെ ആർ ടി ഒ നിയമങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മെയിനായിട്ട് പെറ്റിയുടെ കാര്യം തന്നെ. നമുക്ക് ഒരു പെറ്റി, അതായത് ഫസ്റ്റ് രജിസ്റ്റർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന പെറ്റികൾ, ഇപ്പൊ നമ്മൾ 2, 3, 4 RC മാറിയതിന് ശേഷവും ആ പെറ്റി ആ നാലാമത്തെ ഓണറുടെ പേരിൽ വരുന്നുണ്ട്. നാലാമത്തെ ഓണറുടെ പേരിലാണ് ആ പെറ്റി വരുന്നത്. അവര് ഒരു പക്ഷെ അത് ആദ്യത്തെ ആൾ ചെയ്ത തെറ്റിനാണ് കിട്ടുന്ന പെറ്റിയാണ്. പക്ഷെ നാലാമത്തെ ഓണർ മാറി വരുമ്പോൾ ആ ആളിന്റെ പേരിൽ വണ്ടിക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആ പെറ്റി നിലവിൽ അടച്ചാലേ ആ RC മാറുകയോ അല്ലെങ്കിൽ RT വർക്ക് എന്തും ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ എല്ലാവർക്കും, അതായത് ഈ വാഹനങ്ങൾ വാങ്ങുന്ന, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10-60% ആൾക്കാർക്കും ഈ ഒരു അവസ്ഥ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്യണം. കാരണം ഇത് സർക്കാരിനെ അറിയിക്കണമല്ലോ. ഇപ്പൊ ഇങ്ങനെ ഒരു ഭീകരമായ രീതിയിൽ ഇങ്ങനെ ഒരു പിടിച്ചു പറയുന്ന പറയുമ്പോൾ ഇത് ചെയ്യാത്ത കുറ്റത്തിന് നമ്മളൊരു വേറൊരാൾ ചെയ്ത കുറ്റത്തിന് നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം RTOയിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഓഫീസർമാരെ മുമ്പിൽ അവർക്ക് അറിയാത്തതുകൊണ്ടല്ല, കൃത്യമായിട്ട് അറിയാം, എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. അപ്പൊ അത് നല്ല ബുദ്ധിമുട്ട്. നമ്മൾ ഈ പെറ്റി എങ്ങനെയെങ്കിലും അടയ്ക്കാമെന്ന് വിചാരിച്ചാലും പിന്നെ OTP എന്ന് പറഞ്ഞൊരു സംവിധാനം, അത് പഴയ ചിലപ്പോൾ പേര് മാറുന്നതിന് മുമ്പുള്ള അവരുടെ പേരിലായിരിക്കാം. OTP ചെന്നിട്ടേ ഇത് അടയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. പിന്നെ മൂന്നാമതെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും അടയ്ക്കാൻ ചെന്നാൽ ആ സ്ഥലത്ത് അത് പെറ്റി അടയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ പല സ്ഥലങ്ങളും പല ഡിപ്പാർട്ട്മെന്റുകളും കയറി ഇറങ്ങി അവിടുന്ന് അവരെ അനുമതി മേടിച്ച് അത് കൊണ്ടുവന്ന് ഒന്നീ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ ആലപ്പുഴ അങ്ങനെയൊക്കെ ദൂര സ്ഥലങ്ങളിലോട്ട് നമ്മളത് എന്ത് ചെയ്യുക, കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. നമ്മൾ ഈ RC ബുക്കുകൾ പേര് മാറാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സാധനം കിട്ടുന്നത്. അതായത് ഇപ്പം നേരത്തെ എന്ന് പറയുമ്പോൾ RC കൊടുത്താൽ ഒരു 3, 4, 5 ദിവസത്തിനകത്ത് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ചില സാങ്കേതിക കാരണങ്ങളാൽ, അതായത് ജനങ്ങളെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല, ഈ വാങ്ങിയ പൈസ ഏജൻസിക്ക് കൊടുക്കാത്തത് കൊണ്ടോ അങ്ങനെയൊക്കെ കുറെ ഇത് തന്നു ഇപ്പൊ വന്നായിരുന്നു. അപ്പൊ അത് പുതിയ മന്ത്രി കയറിയപ്പോഴത്തേക്ക് കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വരുത്തി ഇത്തി കൂടെ സ്പീഡപ്പ് ആക്കി. പക്ഷെ എന്നാലും ഇപ്പോഴും 3-4 മാസം കഴിഞ്ഞാലും എന്ത് ചെയ്യണത്, ഇങ്ങനെ ഈ ഒരു ഇത് കിട്ടുന്നില്ല, RC കിട്ടുന്നില്ല. അതിപ്പോഴും ഒരു 3-4 മാസം വൈകിയാണ് ഈ RCകൾ എന്ത് വർക്കിന് RT ഓഫീസിൽ എത്തിയാലും തിരിച്ച് കസ്റ്റമറെ കിട്ടുന്നത്. അപ്പൊ അതെത്തി ഒന്ന് വേഗത്തിലാക്കാനുള്ള ഒരു സംവിധാനം. കാരണം ഒരുപാട് പേര് ഫിനാൻസുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ RC കൊടുത്താലേ എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻസ് കിട്ടുള്ളൂ. വണ്ടികൾ വാങ്ങിയിട്ടേക്കുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ടേക്കുന്നവരുണ്ട്. പിന്നെ രണ്ടാമത് പേര് ചേഞ്ച് കൊടുത്തിട്ട് ഇതുവരെ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ഇപ്പൊ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു വണ്ടി സെയിൽ ചെയ്ത് അവർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു പെറ്റി വന്നു. അപ്പം ഇത് മാറാൻ കൊടുത്ത സമയത്ത് ഈ പെറ്റി അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ പെറ്റി അടയ്ക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആധാർ കാർഡിൽ ഈ നമ്പർ ലിങ്ക് ഇല്ലാത്തതുകൊണ്ട് അത് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത് ലിങ്ക് ചെയ്യാൻ കൊടുക്കുന്ന ഒരു താമസത്തിൽ ഈ എടുത്തുകൊണ്ട് പോയ ആളുടെ ഒരു 10,3500 പെറ്റിയായി. അപ്പൊ ആ പെറ്റി അടയ്ക്കാനായിട്ട് ചെന്ന് വീണ്ടും 500 അങ്ങണ്ടായി. അപ്പൊ അതൊക്കെ ഒരു ഭീകരമായ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ OTP സംവിധാനങ്ങൾ, പിന്നെ അതുപോലെ ഈ നമ്പർ ഈ RC മാറുന്നതിന് ഓക്കെ, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, OTP വയ്ക്കുന്ന സുരക്ഷയുടെ ഭാഗമാണ്. പക്ഷെ ഈ പെറ്റി അടയ്ക്കുന്നതിന് എന്തിനാണ് ഈ OTPയുടെ കാര്യം? അത് മാക്സിമം എനിക്ക് തോന്നുന്നു അത് നല്ലൊരു കാര്യമല്ല എന്നുള്ളതാണ്. പിന്നെ മാക്സിമം ഒരു വെഹിക്കിളിന് പെറ്റി വന്നാൽ അത് എത്രയും പെട്ടെന്ന് അടയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് ചെയ്തു കൊടുക്കാനുള്ളത്. ഇത് അടയ്ക്കാൻ ചെല്ലുമ്പം പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളും, പിന്നെ ഒന്നാമത്തെ RC ഓണറിൽ നിന്ന് പറ്റിയത് മൂന്നാമത്തെ ഓണർ മാറുമ്പോഴാണ് പറ്റി വരുന്നത്. അപ്പൊ അത് ഈ മൂന്നാമത്തെ ഓണർ അടയ്ക്കണം എന്നുള്ളതും, ഇതൊക്കെ അഡ്രസ്സിൽ അയച്ചു കൊടുത്തിട്ട് ആദ്യത്തെ ഓണറെ കൊണ്ട് അടപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ചെയ്യാനുള്ളത്. അവരല്ലേ തെറ്റ് കാണിച്ചത്. അപ്പൊ ഈ തെറ്റ് കാണിക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഈ ഒന്നും അറിയാത്തവരെ ശിക്ഷിക്കുന്ന ഒരു നിയമമാണ് ഇപ്പൊ നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത് മാക്സിമം എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ ഗവൺമെന്റ്, ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊന്ന് തിരുത്തി എന്താണെന്ന് അതിനോട് സംവിധാനം ഉണ്ടാക്കിയെടുക്കുക.